അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തിയിട്ട് ഫസ്റ്റ് വന്നത് റെഡ് ഫോർട്ട് കാണാനായിട്ടാണ് കേട്ടോ. അപ്പം 5 മണി വരെയാണ് ഇവിടെ എൻട്രൻസ് ഉള്ളത്, പിന്നെ 4 മണി വരെയാണ് ഇതിൻ്റെ അകത്തുള്ള മ്യൂസിയം പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത് നമുക്ക് അകത്ത് കയറാനായിട്ട്. മ്യൂസിയം ഇൻക്ലൂഡിങ് ആയിട്ട് എടുക്കുവാണെങ്കിൽ 80 രൂപ വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ നടന്ന് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫുൾ ആ ഒരു ചെങ്കലിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ദൂരെ നിന്ന് കാണാൻ നല്ല സൂപ്പർ ഒരു വ്യൂ ആണ്. അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അകത്തേക്ക് കയറി. മ്യൂസിയം അവധിയാണെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അകത്ത് കയറി കാഴ്ചയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ആ ഒരു ഫ്ലാഗിൻ്റെ ആ ഒരു ഇത്. അകത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിലാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതും അടുത്ത എൻട്രൻസ് ആണ്. ഈ ഒരു സൈഡിൽ കൂടിയാണ് നമ്മളിങ്ങനെ അകത്തേക്ക് ഇപ്പം കയറി വന്നത്. ഈ ഒരു ഗേറ്റ് വഴിയായിരുന്നു. അപ്പോൾ അകത്തേക്ക് കയറി വരുമ്പോൾ കൂടുതലും ഇവിടെ കുറേ ഷോപ്പുകളൊക്കെയാണ് ഉള്ളത്. ഇവിടുത്തെ ഒരു ടൈപ്പ് കാശ്മീരി ഷാള്, പിന്നെ ഇവിടുത്തെ കുറേ ഓർണമെൻറ്റ്സ്, ബാഗ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഷോപ്പുകളാണ്. അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നല്ല റേറ്റ് കുറവുണ്ടെന്ന് തോന്നി. പിന്നെ കുറേ സുവനീർ അങ്ങനെയുള്ള ഐറ്റംസ്. ഇതാണ് കാശ്മീരി ഷാളുകൾ ഇരിക്കുന്നത്. 500, 300 ആ ഒരു ബഡ്ജറ്റിലൊക്കെയാണ് ഇവരിത് കൊടുക്കുന്നത്. പല പല റേറ്റിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബാർഗനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല കളർ കോമ്പിനേഷൻസാണ് എല്ലാം. നമുക്ക് ഏത് കണ്ടാലും എടുക്കാൻ തോന്നും. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒരു കാശ്മീരി ഷാൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്. അതുപോലെ തന്നെ കുറേ സുവനീർ ഐറ്റംസൊക്കെ ഉണ്ട്. കമ്മൽ, മാല, പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ്, ഇതുപോലെയുള്ള ബ്രാസിലും പിന്നെ വുഡിലൊക്കെ ഉള്ള ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് കയറി വരുമ്പോഴുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പിന്നെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കുറേ ഇതൊക്കെ നോക്കി വിലയൊക്കെ ചോദിച്ച് നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ഗാർഡൻ ഏരിയ ആണ്. പിന്നെ അപ്പുറത്ത് നേരെ കാണുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു ബിൽഡിംഗ് ആണ്. ഞങ്ങൾ ആ ഒരു ഏരിയയിലേക്കൊന്നും പോയില്ല. നമുക്ക് ഒരുപാട് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നൈറ്റ് 8:50 ഇനി കത്രയിലേക്കുള്ള ട്രെയിൻ. അപ്പം അതിന് മുമ്പ് നമുക്ക് റൂമിൽ തിരിച്ചെത്തണം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ട്രെയിൻ ഇറങ്ങി ഫ്രഷപ്പായി ഇവിടെ വന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് റെഡ് ഫോർട്ടിലേക്ക് വരാനായിട്ട് നമുക്കൊരു 100 രൂപ 150 രൂപ കൊടുത്ത് ഓട്ടോയ്ക്ക് വരാം, അല്ലെങ്കിൽ മെട്രോയ്ക്ക് വരാം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഫ്രഷപ്പ് ആയത്. ഫ്രഷപ്പിന് റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അത്യാവശ്യമല്ല, നല്ല ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് സമയം ഇവിടെയൊക്കെ നടന്ന് ഫോട്ടോസ് വീഡിയോസ് എടുത്ത് കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് നമ്മുടെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജമാ മസ്ജിദാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി. പിന്നെ വെയിലടിക്കുന്നതുകൊണ്ട് മുഖത്തേക്ക് വെയിലടിക്കുന്നതുകൊണ്ട് ക്യാമറയിൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് റെഡ് ഫോർട്ടിലെ കാഴ്ചകൾ.